എന്ന് പറഞ്ഞ് ഒരു ചെട്ടിനാടൻ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കിയാലോ? എങ്കിൽ വാ. ആദ്യം തന്നെ നമുക്കൊരു കടായിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ കടുകിലിട്ട് പൊട്ടിച്ചൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ ഒരു 1.5 സവോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1.5 സവോള ഒരു സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ കൂടെ യോജിപ്പിച്ച് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം, ഒരു ലൈറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഞാൻ മസാലയിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാൻ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം എനിക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂണിൻ്റെ കണക്കല്ല, എനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്ന കറി എത്ര പേർക്കാണെങ്കിലും കറക്റ്റ് മസാലനെ വരാറുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ടേബിൾ സ്പൂണിനേക്കാളും എനിക്കിതാണ് ഇങ്ങനെ ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടാറുള്ളത്. അപ്പം ഞാൻ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ടൈപ്പ് ഓഫ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് കാശ്മീരിയാണ്, ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണ്. അപ്പം ഞാനീ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മസാല ആഡ് ചെയ്ത് കൊടുത്ത് മസാല അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ആ മസാലക്കുത്തിൻ്റെ മണമൊക്കെ ഒന്ന് മാറാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണിത്. ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് ഓയിലും കൂടി ചിലപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചൂടായതിനു ശേഷം നമ്മുടെ മീനെല്ലാം ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ചൊരു 20 to 25 മിനിറ്റ്സ് നമുക്ക് നല്ലൊരു ഡീപ്പ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുക്കിന് ശേഷം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ നല്ല രുചികരമായിട്ട് നല്ല മീൻകറി കൂടി ഇട്ട് കഴിക്കാം.